ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേൾഡിലേക്ക് സ്വാഗതം. അതുപോലെ ഞാൻ ഇന്ന് അരി വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. ചോറിന് അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അരി കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തിളച്ചുടനെ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും. അതുപോലെ ഞാൻ അടുപ്പ് ഇവിടെ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ചോറ്. അപ്പൊ ഞാൻ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചത് ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു 5 മിനിറ്റ് തിളയ്ക്കുമ്പോൾ ചോറ് റെഡിയാവും. ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒരു അടുപ്പ് കത്തിച്ച് നമുക്കതിലേക്ക് കോവയ്ക്ക ഒഴുക്ക് വരട്ടാൻ കൊടുക്കാം. ഇപ്പം ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇതിലേക്ക് പൊട്ട് കൊടുക്കാം. അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കണം. ചോറ് വേകാറായി. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഊറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം കരിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം. നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നലെ ഇഡലി ആയിരുന്നു. അപ്പം ഇന്നത്തേക്ക് ദോശയ്ക്കാണ് ഞാൻ മാവ് വെച്ചിരുന്നത്. അപ്പോൾ ദോശ തയ്യാറാക്കി. അപ്പോൾ നമുക്ക് ദോശ തയ്യാറാക്കി നോക്കാം. ദോശ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ദോശ ഏകദേശം ചുട്ട് തീരാറായിട്ടുണ്ട്. ചോറ് ഉടനെ ഊറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വെള്ളം തോർത്തിയെടുക്കാം. ഈ ചോറിൻ്റെ വെള്ളം തോർത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ടക്കറി തയ്യാറാക്കാൻ ഒരു ചീനിച്ചട്ടി എടുത്ത് വെക്കാം. വെള്ളം തുറന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള. ഇതിലേക്ക് അല്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി കൊത്തിയരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സവാള ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി, ഭയങ്കര എരിവുള്ളതാണ്, കുറച്ചായിട്ടുള്ളത്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടു. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 മുട്ടയാണ് എടുത്തിട്ടുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാപ്പിക്ക് ദോശ, മുട്ടക്കറിയും കട്ടനുമാണ്. അപ്പോൾ ഇനി ഉച്ചത്തെ ഭക്ഷണം തയ്യാറാക്കാം. അപ്പം ഞാൻ തോരത്തിന് മുരിങ്ങയിലയും സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് തോരൻ തയ്യാറാക്കാം. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച് വെക്കാം. ഇതിലേക്ക് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക്. ഇതിലേക്ക് മുരിങ്ങയിലയും സവാളയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മുരിങ്ങയുടെ ഇല വലുതായതുകൊണ്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. അല്പം കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തോരൻ നോക്കാം. മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ആക്കാം. ഞാനിവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. മോര് കറി ഒന്ന് തയ്യാറാക്കി എടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു.
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് അല്പം കടുക് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തണുത്തതിന് ശേഷം നമുക്ക് തൈര് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മോര് കറിയുടെ നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ തിളച്ച് പോകാൻ പറ്റില്ല. തിളച്ചൂടാ. അപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. അയല മീനാണെന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പച്ച മീനാണ്. നമുക്ക് കടയിൽ നിന്ന് തൂക്കി മേടിക്കുന്ന മീനാണ്. അപ്പം ഈ മീനൊന്ന് വെട്ടിയെടുക്കാം. മീനിന് അരപ്പ് ഞാൻ ഇതിലോട്ട് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിടാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങക്കായും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വെട്ടി വെച്ചിട്ടുണ്ട്. അത് കൂടെ വെച്ചിട്ടുണ്ട്. ഈ മീനും കൂടെ നമുക്കതിലിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ടു. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അപ്പം നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മോരുകറി, മുരിങ്ങയിലത്തോരൻ, കോവയ്ക്ക മെഴുക്ക്, മീൻകറി, അയല മീൻ കറി, ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.